പ്രിയപ്പെട്ടവര്, ഈ പിക്ചറിൽ കാണുന്നത് ആരാണെന്ന് അറിയും. ഒരു പാകിസ്ഥാൻകാരനെ പോലെ അല്ലെ? ശരിയാണ്. ആരാണിവൻ എന്ന് പറയുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായിട്ടുള്ള ഒരു വായനാനുഭവത്തെ കുറിച്ച് പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഒരു മലയാള പത്രത്തിന്റെ വാരാന്ത്യ പതിപ്പ് വായിക്കാനിടയായി. ആ വാരാന്ത്യ പതിപ്പിൽ ഈ കൊച്ചുകുട്ടിയുടെ ചിത്രം കണ്ടപ്പോൾ എന്തോ ആ ഒരു ഫീച്ചർ വായിക്കണമെന്ന് മനസ്സ് പറഞ്ഞു. ഒരു ഈസ്റ്റർ ദിനത്തിൽ പുത്തനുടുപ്പുകളും ധരിച്ച് ലാഹോറിലെ ചർച്ചിലേക്ക് പോവുകയായിരുന്ന ഇഖ്ബാൽ മസീഹ് എന്ന് പറയുന്ന ഒരു കൊച്ചു ബാലൻ വെടിയേറ്റു മരിച്ചു. ഇങ്ങനെയായിരുന്നു ആ ഫീച്ചറിന്റെ ആദ്യത്തെ സെന്റൻസ്. ആ ഫീച്ചർ തുടങ്ങിയത് അങ്ങനെ. ആരാണ് ഇഖ്ബാൽ മസീഹ്? എന്തുകൊണ്ടാണ് അവൻ വെടിയേറ്റ് മരിച്ചത്? ചോദ്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വന്നു. മാത്രമല്ല, വെടിയേറ്റ് മരിച്ച ഈ കൊച്ചുബാലനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ 40 60, ഓർമ്മ കുറച്ചൊന്നും മങ്ങിയതുപോലുണ്ട്, ഏതായാലും കുറഞ്ഞത് 40 60 ബുള്ളറ്റുകളാണ് അവന്റെ കൊച്ചു ശരീരത്തിൽ നിന്ന് കണ്ടെത്തി. എന്ത് തെറ്റാണ് ഇഖ്ബാൽ മസീഹ് ചെയ്തത്? 10 വയസ്സായിരുന്നു അന്ന് ഇഖ്ബാൽ മസീഹിന്റെ പ്രായം. ഫീച്ചർ നമ്മെ ഒരു ഫ്ലാഷ് ബാക്കിലൂടെ പിറകിലോട്ട് കൊണ്ടുപോകും. ലാഹോറിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒരു ബാലനായിരുന്നു ഇഖ്ബാൽ മസീഹ്. മാതാപിതാക്കൾ പരമദരിദ്രരായി. അവർക്ക് സ്വന്തം മക്കളുടെ അന്നന്നത്തെ വക പോലും കണ്ടെത്താൻ സാധിക്കാത്തവരായി. ഇഖ്ബാൽ മസീഹിന് 4 വയസ്സായപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ ഒരു കാർപ്പറ്റ് ഫാക്ടറിയുടെ ഉടമയ്ക്ക് വിറ്റു. അവിടുന്ന് അങ്ങോട്ട് നിരന്തരം ജോലിയിലായി. വർഷങ്ങളോളം സൂര്യപ്രകാശം കാണാൻ പോലും സാധിച്ചില്ല. അതിരാവിലെ എഴുന്നേറ്റ് ഫാക്ടറിയുടെ ഉള്ളിൽ ജോലി തുടങ്ങി. രാത്രി വരെ ജോലിയായിരുന്നു. പുറത്തു പോകാനുള്ള അനുവാദമില്ല. വർഷങ്ങളോളം സൂര്യപ്രകാശം കണ്ടില്ല. വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം യാദൃച്ഛികമായി കാർപ്പറ്റ് ഫാക്ടറിയിലെ മുതലാളിമാരുടെയും മാനേജർമാരുടെയും കണ്ണു വെട്ടിച്ച് ഇഖ്ബാൽ മസീഹ് പുറത്തേക്ക് ഇറങ്ങി. അതുവരെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത സൂര്യപ്രകാശവും മറ്റും കണ്ടപ്പോൾ അവനെല്ലാം മാറി. ഞാനൊരു ഫാക്ടറിയിലെ തൊഴിലാളിയാണ് എന്ന കാര്യം പറഞ്ഞു. തന്റെ മുതലാളി ക്രൂരനാണെന്ന കാര്യം പറഞ്ഞു. താൻ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വരും
എന്ന കാര്യം എല്ലാം മറന്നു. അവനങ്ങനെ നടന്നു, റോഡിലൂടെ ഇങ്ങനെ നടക്കാം. അങ്ങനെ നടന്നു പോകുന്നതിന്റെ ഇടയിൽ മതിലുകളിൽ, പോസ്റ്റുകളിൽ, തൂണുകളിൽ ഒക്കെ ഒരുപാട് ധാരാളം പോസ്റ്ററുകൾ ഒട്ടിച്ചതായിട്ട് അവന് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു. അതുകൊണ്ട് വായിക്കാൻ അറിയില്ലായിരുന്നു. എന്നാൽ അതിലൊക്കെ കുട്ടികളുടെ ചിത്രമാണ് അവൻ കണ്ടത്. തന്നെ പോലുള്ള കുട്ടികളുടെ ചിത്രങ്ങളുള്ള പോസ്റ്ററുകൾ കണ്ടപ്പോൾ മനുഷ്യനിൽ സ്വാഭാവികമായി ഒളിഞ്ഞു കിടക്കുന്ന അന്വേഷണ ത്വരം, അത് ഇക്ബാൽ മസീഹിലുണ്ട്. ഇക്ബാൽ മസീഹിന്റെ അന്വേഷണ ത്വര ഉണർന്നു. വഴിയെ പോകുന്ന ഒരാളോട് അവൻ ചോദിച്ചു, എന്താണ് ഈ ചിത്രങ്ങളുടെ കൂടെ എഴുതിയ വാക്കുകൾ പറയുന്നത്? ചോദിക്കപ്പെട്ട ആൾ അവനോട് പറഞ്ഞു, ഇത് ബാലവേലയ്ക്കെതിരെയുള്ള പോസ്റ്ററുകളാണ്. കൊച്ചുകുട്ടികളെ ഫാക്ടറികളിലും മറ്റും ജോലി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ജോലിക്ക് നിർത്തുന്നത് നിയമപ്രകാരം കുറ്റമാണ് എന്ന് പറയുന്ന പോസ്റ്ററുകളാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ, അത്തരം ആളുകളെ അറസ്റ്റ് ചെയ്യും, അത്തരം ആളുകളെ കൊണ്ട് ഫൈൻ അടപ്പിക്കാനുള്ള വകുപ്പുകളുണ്ട് എന്നതിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്ന പോസ്റ്ററുകൾ അവ എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. പിന്നെ സംഭവിച്ചതൊക്കെ ചരിത്രം. അത്ഭുതകരമായ ചില സംഭവങ്ങൾ. 10 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന, ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ ഒരു കണിക പോലും ലഭിച്ചിട്ടില്ലാതിരുന്ന, എന്താണ് സ്കൂൾ എന്ന് പോലും അറിയാത്ത ആ കൊച്ചു ബാലൻ അതിന്റെ തൊട്ടടുത്ത ആഴ്ച തന്നെ പോലുള്ള 300 കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ബാലവേലയ്ക്കെതിരെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഇക്ബാൽ മസീഹ് പ്രസിദ്ധനാകുമ്പോൾ സാധാരണ സംഭവിക്കുന്നത് പോലെ തന്നെ അവനെ ദത്തെടുക്കാനായി ആളുകൾ മുന്നോട്ട് വന്നു. അവന്റെ വിദ്യാഭ്യാസം സ്പോൺസർ ചെയ്യാൻ ആളുകൾ മുന്നോട്ട് വന്നു. ഒരിക്കൽ പോലും വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത അവന് വിദ്യാഭ്യാസം ലഭിക്കാൻ ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആവേശം, ആഗ്രഹം, അതൊക്കെ അവനെ പഠനത്തിൽ മികവ് തെളിയിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിച്ചു. വർഷങ്ങളോളം സൂര്യപ്രകാശം പോലും കാണാൻ ഭാഗ്യം ലഭിക്കാതെ ഒരു കാർപ്പറ്റ് ഫാക്ടറിയുടെ ഉള്ളിൽ രാവും പകലും അധ്വാനിച്ചു കൊണ്ടിരുന്ന ഇക്ബാൽ മസീഹ് എന്ന് പറയുന്ന ആ കൊച്ചുബാലൻ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ബാലവേലയ്ക്കെതിരെയും കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ചുള്ള വിഷയത്തിലും പ്രഭാഷണങ്ങൾ നടത്താൻ ആരംഭിച്ചു. എന്നാൽ ഇതൊക്കെ കണ്ട് വിരളി പിടിച്ച ഒരു വിഭാഗം ആളുകൾ ലാഹോറിൽ ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, കൊച്ചുകുട്ടികളെ തുച്ഛമായ വേതനത്തിന് അല്ലെങ്കിൽ ഒരു വേതനവും നൽകാതെ അവർക്ക് വേണ്ട ഭക്ഷണം മാത്രം നൽകിക്കൊണ്ട്
കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കാൻ വേണ്ടി മാത്രം നടന്നിരുന്ന കാർപ്പറ്റ് മാഫിയ. അവർ വിരളി കൊണ്ടും അവർക്ക് ദേഷ്യം കൊണ്ടും അങ്ങനെയാണ് ഒരു ഈസ്റ്റർ ദിനത്തിൽ പുത്തനുടുപ്പുകളും ധരിച്ച് ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടി ലാഹോറിലെ ചർച്ചിലേക്ക് നടന്നു പോവുകയായിരുന്ന ഇഖ്ബാൽ മസീഹിനെ വഴിയോരത്ത് വെച്ച് കാർപ്പറ്റ് മാഫിയ ഏൽപ്പിച്ച കൊട്ടേഷൻ ടീം വെടിവെച്ച് കൊന്നു എന്ന് മാത്രമാണ്. 60 വെടിയുണ്ടകളാണ് അതിൽ മാറിയത്. ഇഖ്ബാൽ മസീഹ് മരിച്ചുപോയി വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ ഇഖ്ബാൽ മസീഹ് ഇപ്പോഴും ജീവിക്കുന്നു. ആളുകളുടെ ഓർമ്മകൾ. കാരണം 10 വയസ്സിനുള്ളിൽ മറ്റുള്ളവർ 60-70 വർഷങ്ങൾ ജീവിച്ചാലും ചെയ്തു തീർക്കാൻ സാധിക്കാത്ത അത്രയും വലിയ കാര്യങ്ങളാണ് ഇഖ്ബാൽ മസീഹ് ചെയ്തു തീർത്തത്. എന്താണ് നമുക്കിങ്ങനെ മനുഷ്യത്വം നഷ്ടപ്പെടുന്നത്? മനുഷ്യത്വം നഷ്ടപ്പെട്ട് ക്രൂരരായ കാട്ടുജീവികൾ എന്നുപോലും പറയാൻ സാധിക്കില്ല. കാരണം കാട്ടിലെ സിംഹവും പുലിയും കടുവയും ഒക്കെ അവർക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ, അവരുടെ വിശപ്പടക്കാൻ വേണ്ടിയാണ് മൃഗങ്ങളെ. ഇവിടെ ആർത്തി കൊണ്ട് ആക്രമിക്കുന്നു എന്ന് മാത്രം, ക്രൂരമായ പീഡനം നടത്തുന്ന ലോകത്തെമ്പാടും. ഇതൊരു ഉദാഹരണം മാത്രം. ഇഖ്ബാൽ മസീഹ് എന്ന് പറഞ്ഞൊരു കൊച്ചുകുട്ടി അസാധാരണമായ തന്റെ ഇടത്തോടുകൂടി തന്നെ പോലുള്ള 100-300 കുട്ടികളെ സംഘടിപ്പിച്ച് ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയതിനു ശേഷം മാധ്യമ ശ്രദ്ധ കിട്ടിയത് കൊണ്ട് മാത്രം നമുക്ക് മുന്നിലേക്ക് എത്തിയ ഒരു എക്സെപ്ഷണൽ കേസ്, ഒരു ചെറിയൊരു സംഭവം മാത്രമാണ്. ഇങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികളാണ് ലോകത്തെമ്പാടും വിദ്യാഭ്യാസം നേടേണ്ട സമയത്ത്, കളിച്ച് നടക്കേണ്ട സമയത്ത്, മാതാപിതാക്കളുടെ സ്നേഹം ലഭിച്ച് അവരുടെ ലാളന ലഭിച്ച് ജീവിക്കേണ്ട സമയത്ത് ഫാക്ടറികളുടെ ഉള്ളിൽ എരിഞ്ഞൊരുങ്ങേണ്ടി വരില്ല. ഇതൊക്കെ കണ്ടിട്ടാണ് ലോകത്ത് നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്നത് മറ്റൊരു കാര്യം. നമ്മൾ അന്തർദേശീയ തലത്തിൽ കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ചും ഇന്ത്യയിൽ കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു. ഇനി ഇന്ത്യയിൽ ബാലവേലയ്ക്ക് എതിരെ ഒരുപാട് നിയമങ്ങൾ. ആ നിയമങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. ഇഖ്ബാൽ മസീഹ് എന്ന് പറയുന്ന ഈ കൊച്ചുകുട്ടിയുടെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ നിയമങ്ങളിലേക്ക് നിങ്ങൾ കണ്ടെത്തുക. നിയമങ്ങൾ കടലാസിൽ കിടക്കാനുള്ളതല്ല, പ്രസംഗിക്കാനുള്ളതല്ല. പ്രസംഗിക്കുന്ന ഞാൻ കടലാസിൽ എഴുതി വെക്കുന്ന ആളുകളും ഒക്കെ നിയമങ്ങൾ ലംഘിക്കുന്നവരായി മാറുമ്പോഴാണ് നിയമങ്ങൾക്കൊരു വിലയുമില്ലാതാകുന്നത്. ഏതായാലും നിങ്ങളുടെ ശ്രദ്ധയില്ല, ഇന്ത്യയിൽ ബാലവേലയ്ക്കെതിരെയുള്ള നിയമങ്ങളിലേക്ക് ക്ഷണിക്കും. ചൈൽഡ് ലേബർ ആക്ട്സ് ഇൻ ഇന്ത്യ, ബാലവേലയുമായി ബന്ധപ്പെട്ട
മൈൻ ആക്ട് ഓഫ് 1952, 1952 നിലവിൽ വന്നിട്ടുള്ള മൈൻസ് ആക്ട്. കൽക്കരി ഖനികളും മറ്റൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമമാണ്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടിയെയും മൈനിങ്ങിന് വേണ്ടി അഥവാ കൽക്കരി ഖനനത്തിന് വേണ്ടി മറ്റ് ഖനനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയുന്ന ഒരു നിയമം. കൽക്കരി ഖനനം നടത്തുക, അതുപോലെ തന്നെ ഓയിൽ ഖനനം നടത്തുക, അങ്ങനെയുള്ള ഖനനങ്ങൾ, ഈ ഖനനം നടത്തുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് അപകടകരമായ ഒരു ജോലിയാണ്. അത്തരം ജോലികൾക്ക് കുട്ടികളെ ഉപയോഗിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഒരു നിയമം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ സെൻസസ് പ്രകാരം കുട്ടി എന്ന് പറയുന്നത് 14 വയസ്സിന് താഴെയാണെങ്കിൽ പോലും UNCRC നിലവിൽ വരുന്നതിന് മുമ്പ് 1952 തന്നെ കുട്ടികൾ എന്ന വാക്ക് ഉപയോഗിക്കാറ്. കാരണം അന്ന് കുട്ടികളെ ഖനന ജോലികളിൽ നിന്നും ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയണം എന്നായിരുന്നു ആ ആക്ടിൽ എഴുതി വെച്ചതെങ്കിൽ അത്തരം സംരംഭങ്ങളുടെ മുതലാളിമാർ, ഉടമസ്ഥർ എന്ത് ചെയ്യും? 14 വയസ്സിന് താഴെയുള്ള ആളുകളെയാണ് ഇന്ത്യൻ സെൻസസ് കുട്ടിയായി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയമത്തിൽ 15 വയസ്സുള്ള കുട്ടി വരില്ല, ആ നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് 15ഉം 16ഉം വയസ്സൊക്കെ ഉള്ള 14 വയസ്സ് കഴിഞ്ഞ് ഒരു ദിവസം പ്രായമുള്ള ആളുകൾക്ക് ഉപയോഗിക്കും. അതുകൊണ്ട് കുട്ടി എന്ന് പറയാതെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ന ഒരു വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. 1952 മൈൻ ആക്ടിൽ പറയുന്നത് അങ്ങനെ. അതുപോലെ തന്നെ ദ ചൈൽഡ് ആൻഡ് അഡോളസന്റ് ലേബർ ആക്ട് ഓഫ് 1986, 1986 കുട്ടികളുടെയും കൗമാരക്കാരുടെയും കാര്യത്തിലുള്ള തൊഴിൽ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്ന നിയമത്തിൽ പറയുന്നത് 14 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ മൈൻ എന്ന ഒരു വാക്ക് ഉപയോഗിക്കുക. കാരണം മൈൻ എന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഖനനം നടത്തുക എന്ന ഒരു ജോലിയിൽ നിന്നും തടഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖനനമല്ലാത്ത മറ്റ് അപകടകരമായ ജോലിയിൽ എന്ത് ചെയ്യും? ഉപയോഗിക്കും. അപ്പൊ അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി 1986 വന്ന നിയമത്തിൽ പറയുന്നത്, നിയമത്തിന്റെ ലിസ്റ്റിൽ, അപ്പൊ നിയമം മുന്നോട്ട് വെക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ പറയും എന്തൊക്കെയാണ് ഹസാർഡസ് വർക്ക്, എന്തൊക്കെയാണ് അപകടകരമായ തൊഴിൽ. അങ്ങനെ അപകടകരമായ തൊഴിൽ എന്ന രീതിയിൽ നിയമം മുന്നോട്ട് വെച്ച ഒരു ലിസ്റ്റ്, ആ ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുള്ള അപകടകരമായ ഒരു ജോലിക്കും 14 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെയും ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഒരു നിയമം 1986 കൊണ്ടുവരുന്നത്. നേരത്തെ പറഞ്ഞത് മൈൻ ആക്ട് എന്ന് പറയുന്നത് ഖനനം നടത്തുന്ന തൊഴിൽ, അത് മാത്രമാണ്. ഇവിടെ അതല്ല, ഇവിടെ എന്താണ്? എല്ലാ അപകടകരമായ ജോലി. അപ്പോൾ ചോദിക്കും, ഏതാണ് ഈ ഹസാർഡസ് വർക്ക്, ഏതാണ് ഈ അപകടകരമായ ജോലി എന്ന ചോദ്യം വരും. അതിനുള്ള മറുപടിയും നിയമത്തിലുണ്ട്. ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ നിയമവ്യവസ്ഥ ഒരു ലിസ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ഏതൊക്കെ തൊഴിലുകളാണ് അപകടകരമായ തൊഴിൽ എന്ന് പറയുന്നത്, അതിൽ നിന്നൊക്കെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒഴിവാക്കിയിട്ടുണ്ട്. 2015 ജുവനൈൽ ജസ്റ്റിസ് ഓഫ് ചിൽഡ്രൻ ആക്ട്, അതിൽ പറയുന്നത് ഒരു കുട്ടിയെ ഏതെങ്കിലും ഒരു തൊഴിലിന് ഉപയോഗിക്കുന്നത് ജയിൽ ശിക്ഷ അനുഭവിക്കാൻ, ജയിൽ ശിക്ഷ നൽകാൻ പര്യാപ്തമായ ഒരു ക്രൈമായിട്ടാണ്. ഏതും അപകടകരം എന്ന് പറയുന്നില്ല. ഒരു കുട്ടിയെ ഏതെങ്കിലും ഒരു തൊഴിലിന് ഉപയോഗിക്കുന്നത് എന്താണ്? ജയിൽ ശിക്ഷ അനുഭവിക്കാൻ പര്യാപ്തമായ ഒരു കുറ്റമാണ്. 2015 ജുവനൈൽ ജസ്റ്റിസ് ഓഫ് ചിൽഡ്രൻ ആക്ട് പറയുന്നത് അങ്ങനെയാണ്.
ഇനി നമ്മൾ നേരത്തെ 1986 ചൈൽഡ് ആൻഡ് അഡോളസന്റ് ലേബർ ആക്ട് പറഞ്ഞു. അതിന്റെ ഒരു അമെന്റ്മെന്റ്, ഒരു ഭേദഗതി 2016 വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒരു ജോലിക്കും ഉപയോഗിക്കരുത്. അതില് ഹസാഡസ്, അപകടകരമല്ലാത്തത് എന്ന വിവേചനമൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ അപകടകരമല്ലാത്തത് എന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? എല്ലാത്തിനെയും ഒരു ദുർവ്യാഖ്യാനങ്ങൾ, മിസ്ഇന്റർപ്രിറ്റേഷൻ. ഒരു ലിസ്റ്റിൽ ഇതൊക്കെയാണ് അപകടകരമായ ജോലി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ആ ജോലിയുടെ പേര് മാറ്റും. അപ്പൊ ജോലിയുടെ പേര് മാറ്റിയിട്ട് നമ്മൾ ഈ കുട്ടിയെ ഉപയോഗിക്കുന്നത് ഇതിലുള്ള അപകടകരമായ ജോലിക്ക് വേണ്ടിയല്ല എന്നൊക്കെ എന്ത് ബാധിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ നിയമത്തിൽ ഒരു ഭേദഗതി വരുത്തി 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യരുത്. അത് അപകടകരമാകട്ടെ അല്ലാതെ. എന്നിട്ട് അതിൽ മറ്റൊരു കാര്യം പറയുന്നത് 14 വയസ്സിന് മുതൽ 18 വയസ്സുള്ള വരെയുള്ള കുട്ടികളെ അഡോളസൻസ് എന്ന് കണക്കാക്കിയിട്ട്, ശരിക്കും 13 വയസ്സ് മുതലാണ് ശരിക്കും പറയുന്നത്, 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ അപകടകരമായ ജോലിക്ക് ഉപയോഗിക്കരുത്. അവിടെ പറയുന്നത് ആദ്യം ഒരു പ്രത്യേക വയസ്സില്ലാതെ 14 വയസ്സിന് താഴെയുള്ള 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും അപകടകരമായ ജോലിയിൽ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു 86 നിയമം. ഇവിടെ അത് മാറ്റി 14 വയസ്സിന് താഴെയുള്ളവർക്ക് ഒരു ജോലിക്ക് ഉപയോഗിക്കും. അത് അപകടകരം എന്ന് നിർവചിക്കപ്പെട്ടതായാലും ശരി, അല്ലെങ്കിലും ശരി. എന്നാൽ 14 വയസ്സിനും 18 വയസ്സിനും ഇടയിൽ കുട്ടികളെ അപകടകരമായ ജോലിക്ക് ഉപയോഗിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതാണ് നമ്മുടെ ഈ അധികാരികളും വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഉടമകളും ഫാക്ടറികളുടെ ഉടമകളും ഒക്കെ തമ്മിലുള്ള ഒരു അന്തർധാര എപ്പോഴും ഉണ്ട്. എല്ലാ തരത്തിലുള്ളതാണ്. ആ ഒരു അന്തർധാരയെ സൂചിപ്പിക്കുന്ന ഒരു വാൽക്കഷ്ണം ഇവിടെ നിങ്ങൾക്ക് കാണാം. And it has also reduced the list of hazardous works from 83 to only 3. ആദ്യം ലിസ്റ്റിലുണ്ടായിരുന്നത് അപകടകരമായ ജോലിയുടെ ഗണത്തിലുണ്ടായിരുന്നത് 83 ജോലികളാണ്. അത് വെറും 3 ചുരുക്കി. പിന്നെ നിയമത്തിനാണ്. ഇതാണ് അന്തർധാര എന്ന് പറയുന്നത്. എന്നാൽ ഇതാണ് നിയമം. എന്ത് നിയമം വന്നാലും ആ നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്യാനും അതിൽ ലൂപ്പ് ഹോളുകൾ കണ്ടെത്താനും ആർക്ക് സാധിക്കും? പണക്കാർക്ക് സാധിക്കും. അതെന്നും അങ്ങനെ തന്നെയാണ്. അധികാരത്തോടും പണത്തോടും പ്രശസ്തിയോടുമുള്ള ആഗ്രഹം എന്ന് പറയുന്നത് മനുഷ്യന്റെ കൂടപ്പിറപ്പാണ് എന്നതിന് വേറെ തെളിവൊന്നും ആവശ്യമില്ല. 14 18 വയസ്സിന് ഇടയിലുള്ള കുട്ടികളെ എന്ത് ചെയ്ത് അപകടകരമായ തൊഴിലുകൾക്ക് ഉപയോഗിക്കരുത്. എന്നിട്ട് ഭേദഗതി നടത്തിയിരിക്കുകയാണ് എന്ത്? 83 ജോലികളിൽ നിന്ന് 3 ജോലികൾ. ഇതാണ് 2016 ഭേദഗതി. ഇത്രയുമാണ് ഇന്ത്യയിലുള്ള ബാലവേലക്കെതിരെയുള്ള നിയമങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും ഒരുപാട് നിയമങ്ങൾ. എന്നാൽ നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ബാലവേല അവിടെ തന്നെ. വിദ്യാഭ്യാസം നേടാൻ സാധിക്കാതെ തെരുവുകളിൽ കഴിയേണ്ടി വരുന്ന കുട്ടികൾ. വൈറ്റ് ടൈഗർ എന്ന് പറയുന്ന അരവിന്ദ് അഗഡയുടെ നോവൽ ചിലപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന വളാഞ്ചേരി മർക്കസ് ട്രെയിനിങ് കോളേജിൽ നിന്ന് ഞാൻ പിരിയുന്ന സമയത്ത് അന്ന് ഞാൻ പഠിപ്പിച്ച എൻ്റെ അവസാനത്തെ ബാച്ചിലെ കുട്ടികൾ എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നതായിരുന്നു ഈ അരവിന്ദ് അഗഡയുടെ നോവൽ. ഞാൻ അധികം പുസ്തകങ്ങളൊന്നും വായിക്കാത്ത ആളാണെങ്കിൽ പോലും ഞാൻ ആ നോവൽ മുഴുവനായിട്ട് വായിച്ചു. ഒരു അസാധാരണമായ ഒരു നോവലാണ്. വളരെ ലളിതമായ ഭാഷയിൽ രചിക്കപ്പെട്ട
നിങ്ങളുടെ കിച്ചൺ ലാംഗ്വേജ് അഥവാ ഡേ ടു ഡേ ലൈഫ് ലാംഗ്വേജ്, ദൈനംദിന ഇംഗ്ലീഷ് ഭാഷ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങളെ ഏറെ സഹായിക്കുന്ന ഒരു പുസ്തകം. ബലറാം എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി തന്റെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി വരികയും വലിയൊരു പൈസക്കാരന്റെ കാർ ഡ്രൈവറായി മാറേണ്ടി വരികയും ചെയ്യുന്ന, അതിനുശേഷം സംഭവിക്കുന്ന ഒരു കഥ. ഒരു യഥാർത്ഥ ഇന്ത്യൻ സാമൂഹിക ചിത്രം വരച്ചു കാട്ടിയ ഒരു നോവൽ. അതിൽ നമുക്ക് കാണാം എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത്, നിയമങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ്, നിയമങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത്, ആരാണ് നിയമങ്ങൾ ലംഘിക്കുന്നത്, ആരാണ് നിയമങ്ങൾ എഴുതുന്നത്, നിയമങ്ങൾ എഴുതുന്നവർ നിയമങ്ങൾ പാലിക്കുന്നു, നിയമങ്ങൾ എഴുതുന്നവർ തന്നെ അത് ചിലർക്ക് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കാണാം. ഇന്ത്യയിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാടിൽ മുന്നിൽ പ്രതിബന്ധമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സങ്ങളിൽ ഒന്നാണ് ബാലവേല. ഈ ബാലവേല നിരോധിച്ചുകൊണ്ടുള്ള ഒരുപാട് നിയമങ്ങൾ നമ്മൾ നേരത്തെ കണ്ട, അതുപോലെ തന്നെ കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന നിയമങ്ങളും പദ്ധതികളും ലേഖനങ്ങളും ഒക്കെ നമുക്ക് കാണാം. എന്നിട്ടും എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോ കേരളത്തിലെ ഒരു സാഹചര്യത്തിലേക്ക് നോക്കി കേരളത്തിൽ 80% ആളുകൾക്ക് അല്ലെങ്കിൽ 90% ആളുകൾക്കും അല്ലെങ്കിൽ 99% ആളുകൾക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചേക്കാം. എന്നാൽ നമ്മളൊരു ദേശീയമായ ഒരു രീതിയിൽ നോക്കുമ്പോൾ, ഇന്ത്യ എന്ന ഒരു വിശാല തലത്തിൽ നോക്കുമ്പോൾ ഇപ്പോഴും ബാലവേല നോക്കുന്നു. വിദ്യാഭ്യാസം ലഭിക്കാതെ, പഠിക്കാനുള്ള അവസരം ലഭിക്കാതെ, കളിക്കാനുള്ള അവസരം ലഭിക്കാതെ, കളിച്ചുല്ലസിക്കാനുള്ള അവസരം ലഭിക്കാതെ ഫാക്ടറികളിലും തെരുവുകളിലുമൊക്കെ ജോലി ചെയ്യുന്ന, കടകളിൽ ജോലി ചെയ്യുന്ന, മൈനുകളിൽ ജോലി ചെയ്യുന്ന, ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന, അപകടകരമായ മേഖലകളിൽ ജോലി ചെയ്യുന്ന കുട്ടികൾ, ഇതൊക്കെ അവസാനിക്കുമ്പോൾ എന്ന് ആർക്കറിയാം. ഏതായാലും ഇതൊക്കെ ഒരു പ്രശ്നമായി എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാടിന്റെ മുന്നിൽ നിൽക്കുക. നിയമങ്ങളുണ്ട്, നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് നോക്കണം. നമ്മളും ഇങ്ങനെ തന്നെയാകും. നമ്മൾ ഫാക്ടറി തുറന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു എത്തിക്സ് ഉണ്ടാകില്ല, നമുക്കവിടെ മനുഷ്യത്വം ഉണ്ടാവും. നമ്മൾ അധ്യാപകരാണ്, അധ്യാപകർക്ക് മനുഷ്യത്വം ഉണ്ടാവും. അസൈൻമെന്റ് വെക്കാത്തതിന്റെ പേര്, ഫീസ് അടക്കാത്തതിന്റെ പേര്. ആരാണ് ഈ ഫാക്ടറി മുതലാളിമാരെ സൃഷ്ടിക്കുന്നത്? അധ്യാപകർ തന്നെയാണ്. കാരണം ഞാൻ മുമ്പ് നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടാവും, എൻ്റെ ക്ലാസ്സിൽ ഞാനൊരു അനുഭവം പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന ഒരു സ്കൂളിൽ ഞാനൊരു ദിവസം ഒരാവശ്യത്തിന് വേണ്ടി പോയത്, എൻ്റെ സുഹൃത്തുക്കളൊക്കെ വർക്ക് ചെയ്യുന്ന സ്കൂൾ. ഞാൻ കണ്ടത് സ്റ്റാഫ് റൂമിന്റെ പുറത്തേക്ക് ഒരു വനിതാ അധ്യാപക ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് സ്റ്റാഫ് റൂമിൽ നിന്നും മറ്റു പുരുഷ അധ്യാപകന്മാരെ കൂട്ടിക്കൊണ്ടുവന്നു ഒരു 5-6 അധ്യാപകർ ചേർന്ന് ഈ കുട്ടിയെ വിചാരണ നടത്താം. അത്രേ ഉള്ളൂ. അന്ന് കൊണ്ടുവരാൻ പറഞ്ഞ ഫീസ് ഈ കുട്ടി പിന്നീട് ഒരു ഫാക്ടറി മുതലാളിയായി മാറിയ, തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നത് കുട്ടിയാണോ, അവനെ കൊണ്ട് ജോലി ചെയ്യിക്കാമോ, അവനെ ജോലി ചെയ്യിക്കുന്നത് മനുഷ്യത്വരഹിതമല്ലേ എന്നൊന്നും ചിന്തിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിന്തയുടെ ഒരു തീക്കനൽ മാത്രം നൽകുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാം. നന്ദി, നമസ്കാരം.